ഇന്ന് കുറച്ച് പച്ചമാങ്ങ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാറിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാങ്ങ നന്നായി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ചെനയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലെ ആ ഒരു വെള്ളം നന്നായിട്ട് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലെണ്ണയിലാണ് നമ്മൾ ഈ ഒരു അച്ചാറാക്കി എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി കാലം കേടാവാതെ അങ്ങനെ തന്നെ നിന്നോളും. എന്നിട്ട് ചെറുതായിട്ട് കുനുകുനാന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5-6 മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. രാത്രി നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് അച്ചാർ ഉണ്ടാക്കിയാലും മതി. നമ്മളിപ്പം 5 മണിക്കൂർ ഇത് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. 5 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു ഉപ്പിട്ട മാങ്ങ നോക്കുമ്പോഴേക്കും അതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ കുറേ കാലം ഇത് കേടാവാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. കാരണം നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടുക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ മാങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവും കേട്ടോ. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും ഇളക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. മുളക് പൊടി കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഉപ്പിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത്. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഈ ഒരു സമയം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങാ സീസണൊക്കെ അല്ലേ, എന്തായാലും മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.